ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ടൈപ്പ് ടെക് PSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നടന്ന യൂണിവേഴ്സിറ്റി LGSന്റെ ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറുമാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവർക്കും ഉപകാരപ്രദമാണ് എന്ന് തോന്നുന്നതെങ്കിൽ ദയവായി സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ്? ലാഹോർ സമ്മേളനം. 2. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏത്? ആൻസർ ബി ആണ്, നിസ്സഹരണ സമരം. ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയതാര്? ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്. 4. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറ് പ്രദേശങ്ങളിൽ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകുകയും രാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെ എതിർക്കുകയും ചെയ്ത നേതാവ്, പിന്നീട് ഇന്ത്യൻ ഗവൺമെന്റിന്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന ലഭിക്കുകയും ചെയ്തു വ്യക്തി ആര്? ഖാൻ അബ്ദുൽ ഖാഫർ ഖാനാണ്. ഓപ്ഷൻ ഡി. ചുവടെ തന്നിരിക്കുന്നതിൽ ആരാണ് ഇന്ത്യൻ സമര കാലഘട്ടത്തിനെ മിതവാദി നേതാക്കളിൽ ഉൾപ്പെടാത്തത് എന്നാണ് ചോദിച്ചിരുന്നത്. ആരാണ്? ബാലഗംഗാധര തിലക്. സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്ന് എടുത്തു കളയണമെന്ന് പറഞ്ഞ ഭരണഘടനാ ഭേദഗതി 44-ാം ഭരണഘടനാ ഭേദഗതിയാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ: സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന കോടതി ഏതാണ്? സംസ്ഥാനത്തെയാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഹൈക്കോടതിയാണ്. ഓപ്ഷൻ സി. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ. ഓപ്ഷൻ നമ്പർ ബി. ലോകത്തിലെ ഏറ്റവും വലുത് എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയാണ്. ഓപ്ഷൻ നമ്പർ സി. ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ്? ഏതാണ്? നമ്മൾ പഠിക്കും. പരമാധികാരവും സ്ഥിരസമത്വവും റിപ്പബ്ലിക്കും ഏതിനകത്ത് ഉൾപ്പെടുന്നു? ആമുഖത്തിൽ ഉൾപ്പെടുന്നു. ആമുഖത്തിൽ ഉൾപ്പെടാത്ത ഭാഗം എന്ന് പറയുന്നത് മൗലിക അവകാശങ്ങളാണ്. അടുത്ത: കൈസർ ഇ ഹിന്ദ് പദവി ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെന്റിന് തിരികെ നൽകാൻ ഇടയാക്കിയ സംഭവം ഏതാണ്? ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല. ഓപ്ഷൻ എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ: ഇനി ക്ഷേത്ര നിർമ്മാണമില്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്, പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം എന്ന് ആഹ്വാനം ചെയ്ത സാമൂഹിക പരിഷ്കർത്താവാണ് ശ്രീനാരായണ ഗുരു. ഓപ്ഷൻ നമ്പർ സി. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് എന്തായിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. അയ്യപ്പൻ എന്നായിരുന്നു. ഓപ്ഷൻ നമ്പർ സി. 14ാമത്തെ ക്വസ്റ്റ്യൻ: പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ ആരായിരുന്നു എന്നാണ്? തോമസ് ഹാർവേ ബാബർ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ: അമേരിക്കൻ മോഡൽ അറബിക്കടലിലേക്ക് എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി. പുന്നപ്ര വയലാർ സമരം. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആര്? ആശിഷ് ജിതേന്ദ്ര ദേശായി. ആരാണ്? ആശിഷ് ജിതേന്ദ്ര ദേശായി. അടുത്തത്: കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല ഏതാണ് എന്നതാണ്? തൃശ്ശൂരാണ്. ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് VP മേനോൻ ആകുന്നു. ഓപ്ഷൻ നമ്പർ ഡി. അടുത്ത ക്വസ്റ്റ്യൻ: താഴെ പറയുന്നതിൽ ഫ്രാൻസിന്റെ അധിനിവേശ പ്രദേശം ഏതാണ്? പോണ്ടിച്ചേരിയാണ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളി അംഗം KM പണിക്കറാണ്. അടുത്തത്: റൂർക്കേല ഇരുമ്പ് ഉരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ രാജ്യം ജർമ്മനിയാണ്. ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിന്റെ ചൊവ്വ ദൗത്യത്തിന്റെ പേരാണ് മംഗൾയാൻ. 2024 G20 ഉച്ചകോടി നടക്കുന്ന രാജ്യം ബ്രസീലാകുന്നു. ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ റോവർ എന്നറിയപ്പെടുന്നത് പ്രഗാനാണ്. അടുത്ത 25ാമത്തെ ക്വസ്റ്റ്യൻ: ഹിമാലയ പർവ്വത നിരയിലെ സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ സി ആണ് ഉത്തരം. 1ഉം 3ഉമാണ് ശരി. ഇന്ത്യന്റെ അതിർത്തി രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് ഏത് എന്നാണ്? എല്ലാം ശരി. ഡി ആണ് ആൻസർ. ഇന്ത്യയുടെ തീരപ്രദേശം സംബന്ധിച്ച പ്രസ്താവനയിൽ തെറ്റായത് കണ്ടെത്തുക എന്നതാണ് അടുത്ത ക്വസ്റ്റ്യൻ. 2 മാത്രം ശരി എന്ന് പറയുന്ന ബി ആണ് കറക്റ്റ് ആൻസർ. ഇന്ത്യയുടെ ദേശീയ പ്രതീകങ്ങൾ സംബന്ധിച്ച് ശരിയായത് കണ്ടെത്തുക എന്നതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ 1ഉം 2ഉം എന്നതാണ് ശരിയായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ: ഇന്ത്യയിലെ നദീതീര പട്ടണങ്ങളെ സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക എന്നതാണ്.
അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തെ സംബന്ധിച്ച അടിസ്ഥാന വിവരങ്ങൾ ശരിയല്ലാത്തത് കണ്ടെത്തുക എന്നതാണ്. 2 മാത്രമാണ് ശരിയല്ലാത്തത്. കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള സ്ഥലം അഗസ്ത്യകൂടം എന്നുള്ളതാണ് ശരി അല്ലാത്തതായി ഉള്ളത്. കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തുക. 1 ഉം 3 ശരിയായ പ്രസ്താവന. കിഴക്കോട്ടൊഴുകുന്ന നദികൾ കബനി, ഭവാനി, പാമ്പാറാണ്. ഏറ്റവും നീളമുള്ള 2ാം സ്ഥാനം ഭാരതപ്പുഴയ്ക്കാണ്. തെറ്റായ പ്രസ്താവനയാണ് പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി പെരിയാർ നദിയിൽ സ്ഥിതി ചെയ്യുന്നു എന്നത് തെറ്റായ പ്രസ്താവനയാണ്. അപ്പം ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 32ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ കായലുകളെ സംബന്ധിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ്? 2 മാത്രമാണ്. കേരളത്തിലെ ശരിയല്ലാത്തവ ആണ് 2 മാത്രമാണ് ശരിയല്ലാത്തതായിട്ടുള്ള ആൻസർ. താഴെ പറയുന്ന പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക എന്നതാണ് അടുത്ത ക്വസ്റ്റ്യൻ. 2ഉം 3ഉം പ്രസ്താവനകളാണ് ശരിയായത്. 2ഉം 3ഉം പ്രസ്താവനകൾ. വയനാട് ചുരം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാടാണ്. ഇത് 2ഉമാണ് ശരിയായിട്ടുള്ളത്. കേരളത്തിലെ മത്സ്യബന്ധന തുറമുഖങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ശരിയായ രീതിയിൽ യോജിച്ചവ കണ്ടെത്തുക. 2ഉം 3ഉമാണ് ശരി. അഴീക്കൽ കണ്ണൂരും പൊന്നാനി മലപ്പുറത്തുമാണ് സ്ഥിതി ചെയ്യുന്നത്. കേരള വൈദ്യുത പദ്ധതി സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. എല്ലാം ശരിയാണ്. കേരളത്തിലെ വൈദ്യുത ഉൽപാദനത്തിലെ പ്രധാന സ്രോതസ് ജലമാണ്. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി പള്ളിവാസലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ശരിയായ യോജിച്ച ജോഡികൾ കണ്ടെത്തുക എന്നതാണ്. യോജിച്ച ജോഡികൾ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ എ ആണ്. 1ഉം 3ഉം, അതായത് കരിമ്പുഴ മലപ്പുറത്തും ചെന്തുരുണി കൊല്ലത്തുമാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സൈലന്റ് വാലി ദേശീയോദ്യാനത്തെ സംബന്ധിച്ചുള്ള പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക എന്നതാണ്. 1984 നിലവിൽ വന്ന് ഇത് മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു എന്നതാണ് ഇതിനകത്തെ തെറ്റായ പ്രസ്താവന. അപ്പോൾ ആൻസർ സി ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ കായിക രംഗവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക. എല്ലാം ശരിയാണ്. കേരളത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഗോവർദ്ധനവർമ്മ രാജയാണ്. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിതയാണ് PT ഉഷ. ഇന്ത്യക്ക് വേണ്ടി യൂറോപ്യൻ വോളിബോൾ ലീഗിൽ കളിച്ച ആദ്യത്തെ ഏഷ്യക്കാരി ജിമ്മി ജോർജ് ആകുന്നു. കേരള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ചുള്ള തെറ്റായ പ്രസ്താവന കണ്ടെത്തുക എന്നതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ഡി ആണ്. 1 മാത്രമാണ് തെറ്റായ പ്രസ്താവനയായിട്ട് ഇതിനകത്ത് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനയിൽ തെറ്റായത് കണ്ടെത്തുക. 2 മാത്രമാണ്. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് എന്നുള്ളതാണ് തെറ്റ്. കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാല സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക എന്നതാണ് ഇതിനകത്ത് എല്ലാം ശരിയാണ്. അത് ഓപ്ഷൻ ഡി ആണ് ആൻസർ. കേരള സാഹിത്യ അവാർഡുകൾ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക എന്നതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ആൻസർ ഓപ്ഷൻ ബി ആണ്. 2 മാത്രമാണ് തെറ്റായ പ്രസ്താവന. ചന്ദ്രയാൻ 3 സംബന്ധിച്ച ശരിയായ പ്രസ്താവന എഴുതുക എന്നതാണ് അടുത്ത ക്വസ്റ്റ്യൻ. 1, 3, 4 ഇതാണ് 1, 3, 4 ഇതാണ് ശരിയായ പ്രസ്താവന. കേരളത്തിന്റെ തനതായ നൃത്ത കലാരൂപം ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ബി മോഹിനിയാട്ടമാണ് ശരി. അമ്മ എന്ന നോവൽ എഴുതിയത് മാക്സിമി ഗോർക്കി എന്ന് പറയുന്ന വ്യക്തിയാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റായ ആൻസർ. ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിതനായത് രുചിക കംബോജ് എന്ന് പറയുന്ന ആളാണ്. ഓപ്ഷൻ ബി ആണ് ശരി. ദേശീയ തലത്തിൽ ഭരണതലത്തിലും ഉദ്യോഗസ്ഥലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിനായി രൂപം കൊണ്ട സ്ഥാപനം ലോക്പാൽ ആകുന്നു. 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ധനഞ്ജയ Y ചന്ദ്രചൂഡ് ആകുന്നു. സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ സർക്കാരിന്റെ ഇടപെടൽ പരിമിതപ്പെടുത്തി വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകുക എന്ന ലെസേസ്ഫിയർ സിദ്ധാന്തം കണ്ടുപിടിച്ചത് ആൽഫ്രഡ് മാർഷൽ ആണ്. അടുത്തത്, ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏതാണ്? ഹോക്കിയാണ്. മനുഷ്യൻ ബഹിരാകാശത്ത് എത്തിയ ISRO ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയത് ഡോക്ടർ S ഉണ്ണികൃഷ്ണൻ നായരാണ്. 2023 സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ സമ്മാനം ലഭിച്ചത് ക്ലോഡിയ ഗോൾഡിനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, അസ്ഥിയുടെ കാഠിന്യം നൽകുന്ന സംയുക്തം കാൽസ്യം ഫോസ്ഫേറ്റ് ആണ്. ഓപ്ഷൻ സി ആണ്. ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരുദിശയിലേക്കും തിരിയുന്ന സന്ധി. ഒരു സന്ധി മറ്റൊന്നിൽ ഇരുദിശയിലും തിരിയുന്ന സന്ധി ഏതാണ്? കീലസന്ധിയാണ്. ശ്രീ ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്ന മനുഷ്യ ശരീരഭാഗം ട്രക്കിയാണ്. 56ാമത്തെ ആൻസർ ബി ആകുന്നു. 57ാമത്തെ ആൻസർ സി ആകുന്നു.
ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ടൈപ്പ് ടെക് PSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നടന്ന യൂണിവേഴ്സിറ്റി LGSന്റെ ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറുമാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവർക്കും ഉപകാരപ്രദമാണ് എന്ന് തോന്നുന്നതെങ്കിൽ ദയവായി സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ്? ലാഹോർ സമ്മേളനം. 2. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏത്? ആൻസർ ബി ആണ്, നിസ്സഹരണ സമരം. ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയതാര്? ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്. 4. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറ് പ്രദേശങ്ങളിൽ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകുകയും രാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെ എതിർക്കുകയും ചെയ്ത നേതാവ് പിന്നീട് ഇന്ത്യൻ ഗവൺമെന്റിന്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന ലഭിക്കുകയും ചെയ്തു. വ്യക്തി ആര്? ഖാൻ അബ്ദുൽ ഖാഫർ ഖാനാണ്. ഓപ്ഷൻ ബി. ചുവടെ തന്നിരിക്കുന്നതിൽ ആരാണ് ഇന്ത്യൻ സമര കാലഘട്ടത്തിനെ മിതവാദി നേതാക്കളിൽ ഉൾപ്പെടാത്തത് എന്നാണ് ചോദിച്ചിരുന്നത്. ആരാണ്? ബാലഗംഗാധര തിലക്. സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്ന് എടുത്തു കളയണമെന്ന് പറഞ്ഞ ഭരണഘടനാ ഭേദഗതി 44-ാം ഭരണഘടനാ ഭേദഗതിയാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ: സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന കോടതി ഏതാണ്? സംസ്ഥാനത്തെയാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഹൈക്കോടതിയാണ്. ഓപ്ഷൻ സി. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ. ഓപ്ഷൻ നമ്പർ ബി. ലോകത്തിലെ ഏറ്റവും വലുത് എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയാണ്. ഓപ്ഷൻ നമ്പർ സി. ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ്? ഏതാണ്? നമ്മൾ പഠിക്കും. പരമാധികാരവും സ്ഥിരസമത്വവും റിപ്പബ്ലിക്കും ഏതിനകത്ത് ഉൾപ്പെടുന്നു? ആമുഖത്തിൽ ഉൾപ്പെടുന്നു. ആമുഖത്തിൽ ഉൾപ്പെടാത്ത ഭാഗം എന്ന് പറയുന്നത് മൗലിക അവകാശങ്ങളാണ്. അടുത്ത: കൈസർ ഇ ഹിന്ദ് പദവി ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെന്റിന് തിരികെ നൽകാൻ ഇടയാക്കിയ സംഭവം ഏതാണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ഓപ്ഷൻ എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ: ഇനി ക്ഷേത്ര നിർമ്മാണമില്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്, പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം എന്ന് ആഹ്വാനം ചെയ്ത സാമൂഹിക പരിഷ്കർത്താവാണ് ശ്രീനാരായണ ഗുരു. ഓപ്ഷൻ നമ്പർ സി. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് എന്തായിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. അയ്യപ്പൻ എന്നായിരുന്നു. ഓപ്ഷൻ നമ്പർ സി. 14-ാമത്തെ ക്വസ്റ്റ്യൻ: പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ ആരായിരുന്നു എന്നാണ്. തോമസ് ഹാർവേ ബാബർ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ: അമേരിക്കൻ മോഡൽ അറബിക്കടലിലേക്ക് എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി. പുന്നപ്ര വയലാർ സമരം. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആര്? ആശിഷ് ജിതേന്ദ്ര ദേശായി. ആരാണ്? ആശിഷ് ജിതേന്ദ്ര ദേശായി. അടുത്തത്: കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല ഏതാണ് എന്നതാണ്. തൃശ്ശൂരാണ്. ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് VP മേനോൻ ആകുന്നു. ഓപ്ഷൻ നമ്പർ ഡി. അടുത്ത ക്വസ്റ്റ്യൻ: താഴെ പറയുന്നതിൽ ഫ്രാൻസിന്റെ അധിനിവേശ പ്രദേശം ഏതാണ്? പോണ്ടിച്ചേരിയാണ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളി അംഗം KM പണിക്കറാണ്. അടുത്തത്: റൂർക്കേല ഇരുമ്പ് ഉരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ രാജ്യം ജർമ്മനിയാണ്. ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിന്റെ ചൊവ്വ ദൗത്യത്തിന്റെ പേരാണ് മംഗൾയാൻ. 2024 G20 ഉച്ചകോടി നടക്കുന്ന രാജ്യം ബ്രസീലാകുന്നു. ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ റോവർ എന്നറിയപ്പെടുന്നത് പ്രഗാനാണ്. അടുത്ത 25-ാമത്തെ ക്വസ്റ്റ്യൻ: ഹിമാലയ പർവ്വത നിരയിലെ സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ സി ആണ് ഉത്തരം. 1ഉം 3ഉമാണ് ശരി. ഇന്ത്യന്റെ അതിർത്തി രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് ഏത് എന്നാണ്. എല്ലാം ശരി. ഡി ആണ് ആൻസർ. ഇന്ത്യയുടെ തീരപ്രദേശം സംബന്ധിച്ച പ്രസ്താവനയിൽ തെറ്റായത് കണ്ടെത്തുക എന്നതാണ് അടുത്ത ക്വസ്റ്റ്യൻ. 2 മാത്രം ശരി എന്ന് പറയുന്ന ബി ആണ് കറക്റ്റ് ആൻസർ. ഇന്ത്യയുടെ ദേശീയ പ്രതീകങ്ങൾ സംബന്ധിച്ച് ശരിയായത് കണ്ടെത്തുക എന്നതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ 1ഉം 2ഉം എന്നതാണ് ശരിയായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ: ഇന്ത്യയിലെ നദീതീര പട്ടണങ്ങളെ സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക എന്നതാണ്.
അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തെ സംബന്ധിച്ച അടിസ്ഥാന വിവരങ്ങൾ ശരിയല്ലാത്തത് കണ്ടെത്തുക എന്നതാണ്. 2 മാത്രമാണ് ശരിയല്ലാത്തത്. കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള സ്ഥലം അഗസ്ത്യകൂടം എന്നുള്ളതാണ് ശരി അല്ലാത്തതായി ഉള്ളത്. കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തുക. 1ഉം 3ഉമാണ് ശരിയായ പ്രസ്താവന. കിഴക്കോട്ടൊഴുകുന്ന നദികൾ കബനി, ഭവാനി, പാമ്പാറാണ്. ഏറ്റവും നീളമുള്ള 2ാം സ്ഥാനം ഭാരതപ്പുഴയ്ക്കാണ്. തെറ്റായ പ്രസ്താവനയാണ് പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി പെരിയാർ നദിയിൽ സ്ഥിതി ചെയ്യുന്നു എന്നത് തെറ്റായ പ്രസ്താവനയാണ്. അപ്പം ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 32ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ കായലുകളെ സംബന്ധിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ്? 2 മാത്രമാണ്. കേരളത്തിലെ ശരിയല്ലാത്തവ 2 മാത്രമാണ് ശരിയല്ലാത്തതായിട്ടുള്ള ആൻസർ. താഴെ പറയുന്ന പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക എന്നതാണ് അടുത്ത ക്വസ്റ്റ്യൻ. 2ഉം 3ഉം പ്രസ്താവനകളാണ് ശരിയായത്. 2ഉം 3ഉം പ്രസ്താവനകൾ. വയനാട് ചുരം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാടാണ്. ഇത് 2ഉമാണ് ശരിയായിട്ടുള്ളത്. കേരളത്തിലെ മത്സ്യബന്ധന തുറമുഖങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ശരിയായ രീതിയിൽ യോജിച്ചവ കണ്ടെത്തുക. 2ഉം 3ഉമാണ് ശരി. അഴീക്കൽ കണ്ണൂരും പൊന്നാനി മലപ്പുറത്തുമാണ് സ്ഥിതി ചെയ്യുന്നത്. കേരള വൈദ്യുത പദ്ധതി സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. എല്ലാം ശരിയാണ്. കേരളത്തിലെ വൈദ്യുത ഉൽപാദനത്തിലെ പ്രധാന സ്രോതസ് ജലമാണ്. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി പള്ളിവാസലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ശരിയായ യോജിച്ച ജോഡികൾ കണ്ടെത്തുക എന്നതാണ്. യോജിച്ച ജോഡികളിൽ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ എ ആണ്. 1ഉം 3ഉം, അതായത് കരിമ്പുഴ മലപ്പുറത്തും ചെന്തുരുണി കൊല്ലത്തുമാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സൈലന്റ് വാലി ദേശീയോദ്യാനത്തെ സംബന്ധിച്ചുള്ള പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക എന്നതാണ്. 1984 നിലവിൽ വന്ന് ഇത് മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു എന്നതാണ് ഇതിനകത്തെ തെറ്റായ പ്രസ്താവന. അപ്പോൾ ആൻസർ സി ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ കായിക രംഗവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക. എല്ലാം ശരിയാണ്. കേരളത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഗോവർദ്ധനവർമ്മ രാജയാണ്. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിതയാണ് പി.ടി. ഉഷ. ഇന്ത്യക്ക് വേണ്ടി യൂറോപ്യൻ വോളിബോൾ ലീഗിൽ കളിച്ച ആദ്യത്തെ ഏഷ്യക്കാരി ജിമ്മി ജോർജ് ആകുന്നു. കേരള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ചുള്ള തെറ്റായ പ്രസ്താവന കണ്ടെത്തുക എന്നതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ഡി ആണ്. 1 മാത്രമാണ് തെറ്റായ പ്രസ്താവനയായിട്ട് ഇതിനകത്ത് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനയിൽ തെറ്റായത് കണ്ടെത്തുക. 2 മാത്രമാണ്. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് എന്നുള്ളതാണ് തെറ്റ്. കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാല സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക എന്നതാണ് ഇതിനകത്ത് എല്ലാം ശരിയാണ്. അത് ഓപ്ഷൻ ഡി ആണ് ആൻസർ. കേരള സാഹിത്യ അവാർഡുകൾ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക എന്നതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ആൻസർ ഓപ്ഷൻ ബി ആണ്. 2 മാത്രമാണ് തെറ്റായ പ്രസ്താവന. ചന്ദ്രയാൻ 3 സംബന്ധിച്ച ശരിയായ പ്രസ്താവന എഴുതുക എന്നതാണ് അടുത്ത ക്വസ്റ്റ്യൻ. 1, 3, 4 ഇതാണ് 1, 3, 4 ഇതാണ് ശരിയായ പ്രസ്താവന. കേരളത്തിന്റെ തനതായ നൃത്ത കലാരൂപം ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ബി മോഹിനിയാട്ടമാണ് ശരി. അമ്മ എന്ന നോവൽ എഴുതിയത് മാക്സ്മി ഗോർക്കി എന്ന് പറയുന്ന വ്യക്തിയാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റായ ആൻസർ. ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിതനായത് രുചിക കംബോജ് എന്ന് പറയുന്ന ആളാണ്. ഓപ്ഷൻ ബി ആണ് ശരി. ദേശീയ തലത്തിൽ ഭരണതലത്തിലും ഉദ്യോഗസ്ഥലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിനായി രൂപം കൊണ്ട സ്ഥാപനം ലോക്പാൽ ആകുന്നു. 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ധനഞ്ജയ വൈ ചന്ദ്രചൂഡ് ആകുന്നു. സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ സർക്കാരിന്റെ ഇടപെടൽ പരിമിതപ്പെടുത്തി വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകുക എന്ന ലെസേസ്ഫിയർ സിദ്ധാന്തം കണ്ടുപിടിച്ചത് ആൽഫ്രഡ് മാർഷൽ ആണ്. അടുത്തത്, ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏതാണ്? ഹോക്കിയാണ്. മനുഷ്യൻ ബഹിരാകാശത്ത് എത്തിയ ISRO ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയത് ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായരാണ്. 2023 സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ സമ്മാനം ലഭിച്ചത് ക്ലോഡിയ ഗോൾഡിനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, അസ്ഥിയുടെ കാഠിന്യം നൽകുന്ന സംയുക്തം കാൽസ്യം ഫോസ്ഫേറ്റ് ആണ്. ഓപ്ഷൻ സി ആണ്. ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരുദിശയിലേക്കും തിരിയുന്ന സന്ധി. ഒരു സന്ധി മറ്റൊന്നിൽ ഇരുദിശയിലും തിരിയുന്ന സന്ധി ഏതാണ്? കീലസന്ധിയാണ്. ശ്രീ ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്ന മനുഷ്യ ശരീരഭാഗം ട്രക്കിയാണ്. 56ാമത്തെ ആൻസർ ബി ആകുന്നു. 57ാമത്തെ ആൻസർ സി ആകുന്നു.
58ാമത്തെ ആൻസർ പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക ഏത് വർഷത്തിന്റെ പരിസ്ഥിതി ദിനത്തിന്റെ തീമാണ്? 2023. ഓപ്ഷൻ ബി ആണ്. 53ന്റെ സങ്കര ഇനം തക്കാളി. ഓപ്ഷൻ ഡി. ഹരിതയാണ്. ഭാരത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് ന്യൂട്ടൺ ആണ്. ഓപ്ഷൻ സി ആണ്. 25 സെന്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള കോൺവെക്സ് ലെൻസിന്റെ പവർ എന്ന് പറയുന്നത് 4 ഡയോപ്റ്റർ ആണ്. ഓപ്ഷൻ എ ആണ്. 62ാമത്തെ ക്വസ്റ്റ്യൻ റേഡിയോ ആക്റ്റീവ് കാർബൺ ഡേറ്റിംഗിന് ഉപയോഗിക്കുന്ന കാർബണിന്റെ ഐസോട്ടോപ്പ് കാർബൺ 14 ആണ്. ഓപ്ഷൻ ബി ആണ്. ഒരു കുതിരശക്തി എന്നറിയപ്പെടുന്നത് എത്ര വാട്ടാണ്? 746 വാട്ടാണ്. ഓപ്ഷൻ ബി ആണ്. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് ആണ്. ഓപ്ഷൻ എ ആണ്. നിലവിലത്തെ ISRO ചെയർമാൻ എസ് സോമദാൻ ആണ്. ഓപ്ഷൻ ബി ആണ്. ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ ഭാഗമായ റോവറിന്റെ പേര് പ്രഗാൻ ആണ്. സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗ നിയന്ത്രിത പദ്ധതിയുടെ പേര് അമൃതം ആരോഗ്യം. ഓപ്ഷൻ എ ആണ്. വായുവിലൂടെ പകരുന്ന രോഗവുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്നതിൽ നിന്നും ശരിയായി തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി ആണ് ആൻസർ. സിറോഫ്താൽമിയ എന്ന രോഗമുണ്ടാകുന്നത് ഏത് വൈറ്റമിന്റെ തുടർച്ചയായ അഭാവം മൂലമാണ്? ഓപ്ഷൻ ബി ആണ്. കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ആയുഷ് മന്ത്രാലയം രൂപീകരിക്കപ്പെടുന്നത്? ഓപ്ഷൻ എ 2014 നവംബർ 9. ഗ്ലൈക്കോമ ശരീരത്തിന്റെ ഏത് അവയവത്തെ ബാധിക്കുന്നു? കണ്ണിനെ ബാധിക്കുന്നു. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവായ എം എസ് സ്വാമിനാഥൻ അന്തരിച്ചത് 2023 സെപ്റ്റംബർ മാസം 28. ഓപ്ഷൻ എ. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ വൈറസ് രോഗമല്ലാത്തത്? ഓപ്ഷൻ എ. താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗങ്ങളിൽ പെടാത്തത് ഏതാണ്? മലേറിയയാണ്. മാനസിക രോഗവിമുക്തരായവരുടെ പുനരധിവാസത്തിനുള്ള സർക്കാരിന്റെ പുനരധിവാസ പദ്ധതിയാണ് സ്നേഹക്കൂട്. ഓപ്ഷൻ ബി. കൊറോണ വൈറസ് വകഭേദമായ ഒമിക്രോൺ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം സൗത്ത് ആഫ്രിക്ക. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും ശ്വാസകോശ രോഗം അല്ലാത്തത് കണ്ടെത്തുക. ഓപ്ഷൻ സി. ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനു വേണ്ടി കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ്? ഓപ്ഷൻ എ. മാതൃജ്യോതി എന്ന് പറയുന്നത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ത്വക്കാണ്. ഓപ്ഷൻ എ. ചുവടെ കൊടുത്തിരിക്കുന്ന ശരിയായ ജോഡി ആൻസർ ഓപ്ഷൻ ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ മാത്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. 81 ആൻസർ ബി. 82 ഓപ്ഷൻ നമ്പർ സി. 83 ഓപ്ഷൻ നമ്പർ ഡി. 84 ഓപ്ഷൻ നമ്പർ എ. 85 ഓപ്ഷൻ നമ്പർ ബി. 86 ഓപ്ഷൻ നമ്പർ ബി. 87 ഓപ്ഷൻ നമ്പർ സി. 88 ഓപ്ഷൻ നമ്പർ ഡി. 89 ഓപ്ഷൻ നമ്പർ എ. 90 option number B. 91 option number A. 92 option number C. 93 option number A. 94 option number D. 95 option number A. 96 option number C. 97 option number A. 98 option number D. 99 option number A. 100 option number B. ഇതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ കറക്ഷൻ ഉണ്ട്. അത് ഞാൻ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്തിരിക്കാം. ഓക്കെ, അപ്പം എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഫൈനൽ ആൻസർ കീ വരുമ്പം റീചെക്ക് ചെയ്യുക. ഇതൊരു പ്രൊബേഷണൽ ആൻസർ കീ ആണ്. ഫൈനൽ ആൻസർ കീ വരുമ്പം നമുക്ക് കറക്റ്റായിട്ട് അറിയാനായിട്ട് പറ്റും. ഇത് വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ മാർക്ക് ജസ്റ്റ് കൗണ്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ഫൈനൽ ആൻസർ കീ വരുമ്പോൾ മാത്രമേ നമുക്ക് ഫൈനൽ ഒരു മാർക്കിലേക്ക് എത്തിച്ചേരാനും കട്ട് ഓഫ് എന്ന് പറയുന്ന ഇതിലേക്കൊക്കെ എത്തിച്ചേരാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം എല്ലാവർക്കും വിജയാശംസകൾ. നന്ദി, നമസ്കാരം.